ഹായ് ഓൾ, വരാൻ പോകുന്ന CLGS 10th പ്രിലിംസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാത്തമാറ്റിക്സിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ കോൺസെപ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി 2026 കേരള PSC ചോദിച്ച ചോദ്യം. 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ അതിന്റെ കറക്റ്റ് മെത്തേഡിൽ ചെയ്യാം, ഒറിജിനൽ മെത്തേഡിൽ. അതെങ്ങനെയാ? 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? 3, 6, 9, 12, 15. ഇതാണ് 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ. ശരാശരി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. 6ാം ക്ലാസ് മുതൽ തന്നെ ശരാശരി കാണാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണമാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കുറേ സംഖ്യകൾ തന്നാൽ അവരുടെ ശരാശരി കാണാൻ അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3, 6, 9, 12, 15ന്റെ ശരാശരി കാണാൻ അവരെല്ലാവരും കൂടെ ആദ്യം കൂട്ടണം. 3 + 6 + 9 + 12 + 15 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാ? എണ്ണം 5 എണ്ണം. അപ്പൊ 5. ഇതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം കൂട്ടാം. 3, 6, 9. 9, 9, 18, 18, 12, 30, 30, 15, 45. 45 ഹരിക്കണം 5 കിട്ടുന്നു. 45ൽ എത്ര 5? 9 5. അപ്പൊ ശരാശരി കിട്ടി 9. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ശരാശരി കാണുന്ന രീതി. പക്ഷെ അത്ര കഷ്ടപ്പെടണമെന്നില്ല. അതിനേക്കാളും എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് മറ്റൊരു ചെറിയ ട്രിക്ക് കൂടെയുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്ക്. നമുക്ക് തന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളാ. ഈ 3ന്റെ ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങൾ, എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇവരൊക്കെ സമാന്തര ശ്രേണികളാ. സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ കൂടി കൂടി പോകുന്ന ശ്രേണിയാ. ഇവിടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. 3നോട് 3 കൂട്ടിയ 6, 6നോട് 3 കൂട്ടിയ 9, 9നോട് 3 കൂട്ടിയ 12, 12നോട് 3 കൂട്ടിയ 15. ഇങ്ങനെ ഒരേ സംഖ്യ കൂടി കൂടി പോകുന്ന ശ്രേണികളെ നമ്മൾ സമാന്തര ശ്രേണികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാ. സമാന്തര ശ്രേണികളുടെ ശരാശരി കാണാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു വഴിയുണ്ട്. നടുവിലെ പദം എടുത്തെഴുതിയാൽ മതി. നടുവിലെ പദം 9. അപ്പൊ ഇവരുടെ ശരാശരി 9. അങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം. ഒറിജിനൽ മെത്തേഡിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരേ സംഖ്യ കൂടി കൂടി പോകുന്ന ശ്രേണിയിലുള്ള നമ്പറുകളാണെങ്കിൽ അവരുടെ ശരാശരി കാണാൻ നടുവിലുള്ള പദം എടുത്തെഴുതിയാൽ മതി. സെറ്റല്ലേ? കുഴപ്പമില്ല. അടുത്തതിലേക്ക് പോകാം. കുട്ടികളുടെ വരിയുടെ ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 34-മതുമാണെങ്കിൽ വരിയിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ നോക്ക്, ഒരു വരിയുണ്ട് ഇവിടെ. ആ വരിയിൽ എ എന്ന് പറയുന്ന ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സ്ഥാനം ഇടത്ത് നിന്ന് 27-ാം സ്ഥാനത്താണ് ഈ കുട്ടി നിൽക്കുന്നത്. വലത്ത് നിന്ന് 34-ാം സ്ഥാനത്താണ് ഈ കുട്ടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വരിയിൽ ആകെ എത്ര ആളുകൾ ഉണ്ടെന്നാ ചോദിച്ചത്. ഒന്നും കൂടെ പറയാം. ഒരു വരി, ഒരു ലൈന്, അതിലിടയിൽ എ എന്ന് പറയുന്ന ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സ്ഥാനം ഇടത്ത് നിന്ന് 27-മതും വലത്ത് നിന്ന് 34-മതുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും പല കുട്ടികളും ഇങ്ങനെ ഉത്തരം എഴുതുക. ഇടത്ത് നിന്ന് 27 ആള്, വലത്ത് നിന്ന് 34 ആള്. അപ്പൊ 27ഉം 34ഉം കൂട്ടിയാൽ 61 ആളാണ് വരിയിൽ ഉണ്ടാവുക. അത് ഓപ്ഷനിൽ ഉണ്ടാകും. ഓപ്ഷൻ ബി എന്ന് ടിക്ക് ചെയ്തു വെക്കും പല ആളുകളും. പക്ഷെ അവിടെ ചെറിയൊരു തെറ്റുണ്ട്. എന്താ? ഇടത്തുനിന്ന് 27 ആളും വലത്തുനിന്ന് 34 ആള്. അപ്പൊ ടോട്ടൽ 27ഉം 34ഉം കൂട്ടിയ 61 എന്ന് എഴുതി വെക്കരുത്. കാരണം ഇവിടെ എ എന്ന് പറയുന്ന കുട്ടിയെ 2 പ്രാവശ്യം കൗണ്ട് ചെയ്തു. വലത്ത് നിന്ന് 27-ാമത്തെ ആളെന്ന് പറഞ്ഞാൽ അതിലൊരാള് എയാ.
ഇടത്ത് നിന്ന് 34ാമത്തെ ആളെന്ന് പറഞ്ഞാൽ അതിലൊരാൾ എയാ. അപ്പൊ നിങ്ങൾ 2 പ്രാവശ്യം എയെ കൗണ്ട് ചെയ്തു. നമുക്ക് ഒരു പ്രാവശ്യം എയെ കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? 27 34 കൂട്ടിയിട്ട് അതിൽ നിന്നൊന്ന് കുറയ്ക്കുക. അപ്പൊ ഉത്തരം കിട്ടും. 27 34 കൂട്ടിയാൽ 61. 61 1 കുറച്ചാ 60 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ എ. ഇത് മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറിങ്ങിലെ ചോദ്യം. ഇത് സാധാരണ ചോദിക്കുന്നതാണ്, നല്ല എളുപ്പമാണ് ചെയ്യാൻ. പക്ഷെ പല കുട്ടികളും നെഗറ്റീവ് അടിക്കുന്ന ഒരു ചോദ്യം. 27 34 അങ്ങോട്ട് കൂട്ടും, അപ്പൊ 61 ആളാണ് ടോട്ടൽ ഉണ്ടാവുക എന്ന് എഴുതി വെക്കും പല ആളുകളും. അവിടുത്തെ ലോജിക്കൽ മിസ്റ്റേക്ക് മനസ്സിലാക്കി വെക്കുക. 27ാമത്തെ ആളാണ് എ, 34ാമത്തെ ആളാണ് എ. അപ്പൊ 2 പ്രാവശ്യം എയെ കൗണ്ട് ചെയ്യരുത്. അപ്പൊ ടോട്ടലിൽ ഒരു 1 കൂടി വരും. ആ 1 കുറയ്ക്കാൻ വേണ്ടി -1 ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വരിയിലെ ഒരാളുടെ ഇടത്ത് നിന്നുള്ള റാങ്കും വലത്ത് നിന്നുള്ള റാങ്കും തന്നിട്ട് ആ വരിയിലെ ടോട്ടൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ 2 റാങ്കുകളും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 27 34 കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. 61 - 1 60 കുട്ടികളാണ് ആ വരിയിലുണ്ടാവുക. തെറ്റിക്കരുത്, നെഗറ്റീവ് അടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യം. ഒന്നും കൂടെ അതേ മോഡൽ. ഒരു വരിയിൽ 5ന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാമത്തെ ആളും പിറകിൽ നിന്ന് 7ാമത്തെ ആളുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? അപ്പൊ വരിയിൽ 5 എന്ന് പറയുന്ന ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. 5ന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാം സ്ഥാനത്താണ്, പിന്നിൽ നിന്ന് 7ാം സ്ഥാനത്താണ്. അപ്പൊ വരിയിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാ 11 7 കൂട്ടിയിട്ട് 18 എന്ന് എഴുതി വെക്കരുത്. 2 റാങ്കുകളും കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. 11 + 7 - 1. 11 7 18. 18 1 കുറച്ച 17. അപ്പൊ ആ വരിയിലുള്ള ആകെ ആളുകളുടെ എണ്ണം 17. ഉറപ്പായിട്ടും നിങ്ങൾ 18 എഴുതും എന്ന് വിചാരിച്ചിട്ട് ഓപ്ഷനിൽ 18 ഉണ്ടായിരിക്കും. ആ ട്രാപ്പിൽ വീഴരുത്. ഒന്നുകൂടെ, സ്കൂൾ അസംബ്ലിയിൽ 10 A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്ന് 25ാമതും പിന്നിൽ നിന്ന് 13ാമതുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പൊ തുടങ്ങാം. ഇവിടെ ആശ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആശയുടെ സ്ഥാനം എന്താണ്? മുന്നിൽ നിന്ന് 25ാം സ്ഥാനത്താണ് ആശ നിൽക്കുന്നത്, പിന്നിൽ നിന്ന് 13ാം സ്ഥാനത്താണ് ആശ നിൽക്കുന്നത്. വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 2 റാങ്കും കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. 25 + 13 - 1. 25ഉം 13ഉം കൂട്ടിയാൽ എത്രയാ? 20ഉം 10ഉം 38 കിട്ടുക. 38 - 1 37 ആളുകളാണ് ആ വരിയിൽ ഉണ്ടാവുക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തയിലേക്ക് പോവാം. 72 km/h = ഡാഷ് m/s. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ചോദ്യം. സമയവും ദൂരവും എന്ന് പറയുന്ന ടൈപ്പിലെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ ചോദ്യം. 72 km/h = ഡാഷ് m/s. ഈ km/h എന്ന് പറഞ്ഞ സ്പീഡിന്റെ യൂണിറ്റുകളാണ്. എടാ, സ്പീഡിന് സാധാരണയായിട്ട് 2 യൂണിറ്റുകളിൽ പറയാറുണ്ട്. ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം ഹവറിലും ആണെങ്കിൽ സ്പീഡിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് km/h. ഇനി ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആണെങ്കിൽ സ്പീഡിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് m/s. അപ്പൊ സ്പീഡിന് 2 യൂണിറ്റുകളുണ്ട്. km/h പറയും, m/s പറയും. പല ചോദ്യങ്ങളിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ പഠിച്ചു വെക്കുക. m/s യൂണിറ്റിനെ km/h മാറ്റുന്നത് എങ്ങനെയാണെന്നും km/h യൂണിറ്റിനെ m/s മാറ്റുന്നത് എങ്ങനെയെന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചോ. m/s യൂണിറ്റിനെ km/h മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. km/h യൂണിറ്റിനെ m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട സാധനമാണ്. m/s നിന്നും km/h മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കുക. km/h നിന്നും m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. ഇത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. 18ഉം 5ഉം നിങ്ങളെ കയ്യിലുണ്ടാവും.
പക്ഷെ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 ആണോ അതോ 5/18 ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പല സമയത്തും വരും. അത് മറക്കാതെ ഓർത്തു വെക്കാൻ ഇങ്ങനെ ആലോചിക്കുക. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ചെറിയ യൂണിറ്റ്, കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞ വലിയ യൂണിറ്റ്. ചെറിയ യൂണിറ്റിൽ നിന്നും വലുതിലേക്ക് മാറ്റുമ്പോൾ വലിയ സംഖ്യ മുകളിലിടണം 18/5. ഇനി കിലോമീറ്റർ പെർ ഹവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റാ, അപ്പൊ ചെറിയ സംഖ്യ മുകളിലേക്ക് ഇടുക, അപ്പൊ തെറ്റൂല. ഒന്നും കൂടെ, കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാറുന്ന വലിയ യൂണിറ്റാ, വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ വലിയ സംഖ്യ മുകളില് 18/5. മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റാ, ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയ സംഖ്യ മുകളില് 5/18. അങ്ങനെ പഠിച്ചാൽ അത് തെറ്റൂല, കൺഫ്യൂഷൻ ആവില്ല. ഇനി ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് വേണ്ടത് 72 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 72 × 5/18 ചെയ്യണം. വെട്ടിക്കളിക്കാം. 18 ഒരു 18, 72 4/18. ഉത്തരം കിട്ടുക 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി. മനസ്സിലായോ? 72 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. 72നെ 5/18 കൊണ്ട് എങ്ങനെ ഗുണിക്കുക? 18 ഒരു 18, 72 4/18. അപ്പൊ 4 × 5 20 ഉത്തരം കിട്ടുക. ഒന്നുകൂടെ, 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത ഡാഷിന് സമാനമാണ്. ഏതാണ് ആ ഡാഷ്? മീറ്റർ പെർ സെക്കൻഡാ. ഓപ്ഷനിൽ കംപ്ലീറ്റ് മീറ്റർ പെർ സെക്കൻഡാ, ചോദ്യത്തിൽ കിലോമീറ്റർ പെർ ഹവറാ. അപ്പൊ നമ്മളോട് ഉദ്ദേശിച്ചത് 108 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 108 × 5/18 ഗുണിച്ചു നോക്കാം. 18 ഒരു 18, 108 എത്ര 18? 6/18 ആണ് 108 എന്ന് പറയുന്നത്. 6 × 18 ചെയ്താൽ 108. അപ്പൊ ഉത്തരം 6 × 5 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 30 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നുകൂടെ, 10 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഡാഷ്. ചോദ്യത്തിൽ മീറ്റർ പെർ സെക്കൻഡാ, ഓപ്ഷനിൽ കംപ്ലീറ്റ് കിലോമീറ്റർ പെർ ഹവറാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. വലുതിലേക്ക് മാറ്റുമ്പോൾ വലിയ സംഖ്യ മുകളിൽ. അപ്പൊ ചെയ്ത് നോക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. 5 ഒരു 5, 10 2 5. ഉത്തരം 2 × 18 36 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ സി. സെറ്റല്ലേ? റെഡി. അടുത്ത ചോദ്യം എത്രയാ? രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? അടുത്ത ചോദ്യം നോക്കാം. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? അപ്പൊ നമുക്ക് കാണേണ്ടത് വേഗത, സ്പീഡ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡും ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ കറക്റ്റായിട്ട് ഓർത്തു വെക്കണം. സ്പീഡ് ദൂരം കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ വേഗത കാണാനുള്ള ഇക്വേഷൻ, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈമാ. ഡിസ്റ്റൻസ് എത്രയാ? 400. ബൈ ടൈം എത്രയാ? 36. പക്ഷെ ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആയതുകൊണ്ട് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് കിലോമീറ്റർ പെർ ഹവറാ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. 400/36 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഗുണിച്ചോക്കാം. 18 ഒരു 18, 36 2 18. 5 ഒരു 5, 40 8 5. അപ്പൊ 400 85. ബാക്കി ഉത്തരം 80/2. 80/2 എത്രയാ? 40. ഉത്തരം ഓപ്ഷൻ എ. ഒന്നും കൂടെ ഞാൻ പറയാം.
ശ്രദ്ധിച്ചു. ഒന്നും കൂടെ. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു എങ്കിൽ അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? അപ്പൊ കാണേണ്ടത് വേഗത, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ദൂരം ബൈ സമയമാണ് വേഗത കാണാനുള്ള ഇക്വേഷൻ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 400 മീറ്റർ ഓടുന്നു, അപ്പൊ ഡിസ്റ്റൻസ് 400. ബൈ ടൈം എത്രയാ? 36 സെക്കൻഡിലാ ഓടുന്നത്, അപ്പൊ ടൈം 36. യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാ. പക്ഷെ നമുക്ക് വേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് അല്ല, ഓപ്ഷനിൽ കംപ്ലീറ്റ് കിലോമീറ്റർ പെർ ഹവറാ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി, കിലോമീറ്റർ പെർ ഹവർ ആവും. ഇനി വെട്ടാം. 18 ഒരു 18, 36 2 18, 5 ഒരു 5, 400 85, 40 8 5, അപ്പൊ 400 85. ഇനി അവിടെ ബാക്കിയുള്ളത് 80/2, 80/2 40. ഉത്തരം 40 കിലോമീറ്റർ പെർ ഹവർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ക്ലിയർ. അടുത്ത ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. അതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? 10 സംഖ്യകളുടെ ശരാശരി 23. അതിൽ ഓരോ സംഖ്യയോടും കൂടെ 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? ഇങ്ങനെ ചോദ്യം വന്ന ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കുറേ സംഖ്യകളുടെ ശരാശരി തന്നിട്ട് അതിലെല്ലാത്തിൻ്റെയും കൂടെ 4 കൂട്ടിയ ശരാശരി എന്താകും? എല്ലാത്തിൻ്റെയും കൂടെ 6 കൂട്ടിയ ശരാശരി എന്താകും? എല്ലാത്തിൽ നിന്നും 2 കുറച്ച ശരാശരി എന്താകും? എല്ലാത്തിൽ നിന്നും 3 കുറച്ച ശരാശരി എന്താവും? ഇങ്ങനെ പല ചോദ്യങ്ങളും വരും. ആ ചോദ്യങ്ങളെല്ലാം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്, അവരുടെ ശരാശരി 23 തന്നു. എന്നിട്ട് എല്ലാ സംഖ്യകളോടും കൂടെ 4 കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയാന്ന് കാണാൻ ആ പഴയ ശരാശരിയോട് കൂടെയും 4 കൂട്ടിയാൽ മതി. 23 + 4 27 എന്ന് കിട്ടുന്നു. ഉത്തരം ഓപ്ഷൻ എ. ഒന്നും കൂടെ. കുറേ സംഖ്യകളുടെ ശരാശരി നിങ്ങൾക്ക് തന്നിട്ട് എല്ലാ സംഖ്യകളോടും 4 കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയാന്ന് കാണാൻ പറഞ്ഞാൽ ആ ശരാശരിയോടും 4 കൂട്ടിയാൽ മതി. അങ്ങനത്തെ കുറെ എണ്ണം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് നോക്ക്. കുറേ സംഖ്യകളുടെ ശരാശരി 23 എല്ലാ സംഖ്യകളോടും 4 കൂട്ടിയ ശരാശരി എത്രയാ? ശരാശരിയും 4 കൂടും. 23 + 4 27. ഞാൻ ചോദിച്ചു ഇങ്ങനെ കുറേ സംഖ്യകളുടെ ശരാശരി 23, എല്ലാ സംഖ്യകളോടും 2 കൂട്ടിയ പുതിയ ശരാശരി എന്താ? ശരാശരിയും 2 കൂടും. 23 + 2 25. കുറേ സംഖ്യകളുടെ ശരാശരി 23, എല്ലാത്തിൽ നിന്നും 3 കുറച്ച പുതിയ ശരാശരി എന്താ? ശരാശരിയും 3 കുറയും. 23 - 3 20. കുറേ സംഖ്യകളുടെ ശരാശരി 23, എല്ലാ സംഖ്യകളോടും 2 ഗുണിച്ചാൽ പുതിയ ശരാശരി എന്താ? ശരാശരിയും 2 ഗുണിക്കും. 23 × 2 46. ഐഡിയ കിട്ടിയോ? ഇങ്ങനെ കുറേ സംഖ്യകളുടെ ശരാശരി തന്നിട്ട് എല്ലാ സംഖ്യകളോടും ഒരു കോമൺ സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ശരാശരിയിലും അതേ മാറ്റം ചെയ്താൽ മതി. മറ്റൊരു ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 12 പറഞ്ഞു. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ച പുതിയ ശരാശരി എന്താ? ഈ 12 അങ്ങോട്ട് 3 കുറയ്ക്കുക. 12 3 കുറച്ച 9. ഉത്തരം ഓപ്ഷൻ ഡി. ഒന്നുകൂടെ. 10 സംഖ്യകളുടെ ശരാശരി 12, എല്ലാ സംഖ്യയിൽ നിന്നും 3 കുറച്ച ശരാശരിയും 3 കുറയും. 12 - 3 9. സിമ്പിൾ. അടുത്ത ചോദ്യം. 40ന്റെ എത്ര ശതമാനമാണ് 28? 40ന്റെ എത്ര ശതമാനമാണ് 28? അപ്പൊ ഇവിടുത്തെ ഫുൾ സംഖ്യ 40, അതിന്റെ എത്ര ശതമാനമാണ് 28 എന്ന് കാണണം. അത് കാണാനുള്ള ഐഡിയ എങ്ങനെയാണ്? എപ്പോഴും
മുഴുവൻ സംഖ്യയെ നമ്മൾ 100% എന്ന് കൊടുക്കും. അപ്പൊ 40ന്റെ എത്ര ശതമാനമാണ് 28 എന്ന് ചോദിച്ചാൽ അവിടുത്തെ മുഴുവൻ സംഖ്യ 40 മുഴുവൻ സംഖ്യയെ എപ്പോഴും നമ്മൾ 100% എന്നാ കൊടുക്കുക. അപ്പൊ 40 100%. നമ്മളോട് കാണാൻ പറഞ്ഞത് 28 എത്ര ശതമാനമാണെന്ന് കാണണം. ഇങ്ങനെ വന്നാൽ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അതായത് 40 100% 28 എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ബന്ധം തന്നിട്ട് രണ്ടാമത്തെ ബന്ധം കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. വലത്തോട്ടും ഇടത്തോട്ടും ഗുണിക്കുക. ആദ്യം വലത്തോട്ട് ഗുണിക്കുക 28 × 100 ബൈ ഇടത്തോട്ട് ഗുണിക്കുക 40. ചെയ്തോക്കാം. 0 0 വെട്ടി. 4 1 4. 28 എത്ര 4? 28 7 4. 7 4 28. അപ്പൊ ഉത്തരം 7 × 10 70% എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു. ഒന്നുകൂടെ. 40ന്റെ എത്ര ശതമാനമാണ് 28? അപ്പൊ ഇവിടുത്തെ ഫുൾ സംഖ്യ 40. എപ്പോഴും നമ്മൾ എടുക്കുന്ന മുഴുവൻ സംഖ്യയെ 100% എടുക്കുക. അപ്പൊ 40 മുഴുവൻ സംഖ്യ, അതാണ് നമ്മുടെ 100%. അപ്പൊ 40 എന്ന് പറഞ്ഞാൽ 100% 28 എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത്. ഒരു ബന്ധം തന്നിട്ട് രണ്ടാമത്തെ ബന്ധം ഇങ്ങനെ കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ മതി. വലത്തോട്ടും ഇടത്തോട്ടും ഗുണിക്കുക. വലത്തോട്ട് ഗുണിക്കുമ്പോൾ 28 × 100 കിട്ടുന്നു. ബൈ ഇടത്തോട്ട് ഗുണിക്കുമ്പോൾ 40. വെട്ടിക്കളിക്കാം. 0 0 പോയി. 4 1 4. 28 7 4. ഉത്തരം 7 × 10 70% എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി. സെറ്റല്ലേ? ഒന്നുകൂടെ ചെയ്യാം അതേ മോഡല്. പഠിച്ചോ. 180ന്റെ എത്ര ശതമാനമാണ് 45? അതാണ് ചോദ്യം. 180ന്റെ എത്ര ശതമാനമാണ് 45? അപ്പൊ അടുത്ത മുഴുവൻ സംഖ്യ 180. അത് നമ്മൾ 100% എന്ന് എടുക്കും. അപ്പൊ പഠിച്ചോ, ഇവിടുത്തെ 180 മുഴുവൻ സംഖ്യ, അത് 100%. നമ്മളോട് കാണാൻ പറഞ്ഞത് 45 എത്ര ശതമാനാണെന്ന്. കാണാൻ എന്താ നല്ലത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. വലത്തോട്ടും ഇടത്തോട്ടും ഗുണിക്കുക. വലത്തോട്ട് ഗുണിച്ച 45 × 100 ബൈ ഇടത്തോട്ട് 180. ചെയ്യാൻ പോവാണേ, ശ്രദ്ധിച്ചു. 1 0 1 0 വെട്ടി. 10ലും 18ലും കോമൺ ആയിട്ടുള്ളത് 2. 18 9 2. 10 5 2. 9 1 9. 45 9 9. സോറി 5 9. 45 എത്ര 9? 5 9. അപ്പൊ ബാക്കി 5 × 5 25 എന്ന് കിട്ടുന്നു. ഉത്തരം 25%. ഓപ്ഷൻ എ. ഒന്നുകൂടെ കാണിക്കാം. 180 100% 45 എത്ര ശതമാനമാണെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. വലത്തോട്ട് ഗുണിക്കുന്നു 45 × 100 ബൈ താഴോട്ട് ഗുണിക്കുന്നു 180. എന്നിട്ട് വെട്ടാൻ തുടങ്ങാം. 1 0 1 0 പോയി. 10ലും 18ലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 10 5 2. 18 9 2. 9 1 9. 45 5 9. ഇനി ബാക്കിയുള്ളത് 5 5 25. അപ്പൊ 145 80 അല്ലെങ്കിൽ 45 25% ഓപ്ഷൻ എ. ക്ലിയർ? ഇതാണ് സാധനം. റെഡി ആണെന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഗയും യഥാക്രമം 108ഉം 9ഉമാണ്. 2 സംഖ്യകളിൽ ഒന്ന് 27 ആണെങ്കിൽ മറ്റേ സംഖ്യ എന്താ? എടാ, ലസാഗു എന്ന് പറഞ്ഞ LCM, ഉസാഗ എന്ന് പറഞ്ഞ HCF. 2 സംഖ്യകളുടെ LCMഉം HCFഉം തന്നിട്ടുണ്ട്. LCM ആരാ? 108. HCF ആരാ? 9. അതിൽ ഒരു സംഖ്യ, 2 സംഖ്യക്ക് എയും ബിയും എന്ന് പേര് കൊടുക്കാം. ഒരു സംഖ്യ തന്നിട്ടുണ്ട് 27. രണ്ടാമത്തെ സംഖ്യ ആരാന്ന് കണ്ടെത്താം. ഇത് LCMന്റെയും HCFന്റെയും ഒരു റൂളാ. 2 സംഖ്യകളുടെ LCMഉം HCFഉം ഗുണിച്ചാൽ
ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. ഇതൊരു റിസൾട്ടാ. രണ്ട് സംഖ്യകളുടെ എ ബി എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ LCMഉം HCFും ഗുണിച്ചാൽ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇതൊരു റൂളാണ്. അപ്പൊ LCM ആരാ? 108. HCF ആരാ? 9. സമം എ എന്ന് പറഞ്ഞ ഒന്നാമത്തെ സംഖ്യ 27 ഇൻറ്റു ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സംഖ്യ കണ്ടെത്തണം. അതിനെന്താ ചെയ്യുക? ബി കണ്ടെത്തണമെങ്കിൽ ഇവിടുത്തെ ഗുണിക്കണം 27 സമത്തിന്റെ അപ്പുറത്തേക്ക് എടുക്കണം. ഗുണിക്കണം 27 സമത്തിന്റെ അപ്പുറത്തേക്ക് എടുത്താൽ ഹരിക്കണം 27 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഉള്ളത് 108 ഗുണിക്കണം 9. അവിടുന്ന് ഒരു ഗുണിക്കണം 27 ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹരിക്കണം 27 ആകും. സമം ബിയ. ഇനി ഇതൊന്ന് വെട്ടിയ ഉത്തരം കിട്ടും. 9 ഒരു 9. 27 3 9. 3 9 അല്ലേ 27. ഇനി 108നെ 3 കൊണ്ട് ഹരിച്ച ഉത്തരം കിട്ടും 36. അപ്പൊ ബി സമം 36. രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നു. ഓപ്ഷൻ ബി 36. സെറ്റല്ലേ? ക്ലിയർ? അടുത്ത ചോദ്യം. താഴെ പറയുന്ന ഭിന്നരൂപങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്? താഴെ പറയുന്ന ഭിന്നരൂപങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്? എടാ അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായിരിക്കും എല്ലാത്തിൻ്റെയും അംശം തുല്യ. ഈ അംശം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകള് വലുതും ചെറുതും കണ്ടെത്താൻ ഒരു ട്രിക്ക് ഉണ്ട്. വലുത് ആ കൂട്ടത്തിൽ ചെറുതായിരിക്കും, ചെറുത് ആ കൂട്ടത്തിൽ വലുതായിരിക്കും. ഒന്നുകൂടെ പറയാം. അംശം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും നോക്കാനുള്ള ട്രിക്ക്, വലുത് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിരിക്കും. ഏറ്റവും ചെറുത് ആരാ? 11/6. അതാണ് വലുത്. ചെറുത് ആ കൂട്ടത്തിൽ ഏറ്റവും വലുതായിരിക്കും. ഏറ്റവും വലുത് 11/10. അപ്പൊ നമ്മളോട് ഏറ്റവും ചെറുതാ ചോദിച്ചത്. ഉത്തരം 11/10. ഒന്നുകൂടെ പറയാം. അംശം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളില് വലുതും ചെറുതും കണ്ടെത്താനുള്ള എളുപ്പവഴി, അംശം തുല്യമാണെങ്കിൽ വലുത് കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിരിക്കും, ചെറുത് കൂട്ടത്തിൽ ഏറ്റവും വലുതായിരിക്കും. അപ്പൊ വലുത് കാണാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എടുക്കുക. ആരാ? 11/6. ചെറുത് കാണാൻ കൂട്ടത്തിൽ ഏറ്റവും വലുത് എടുക്കുക. 11/10. അപ്പൊ ചെറുതാരാ? 11/10 ആണ്. ഉത്തരം ഓപ്ഷൻ സി. മാറരുതേ, തെറ്റിക്കുന്ന ചോദ്യമാണ്. സാധാരണ ചോദിക്കാറുണ്ട്, തെറ്റിക്കരുത്. അടുത്ത ചോദ്യം. 2/5, 3/4, 8/9, 5/9 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാ? അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുതും ചെറുതും ഒക്കെ കാണാൻ വേണ്ടി നിങ്ങളോട് പറയും. കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ വലുതും ചെറുതും കണ്ടെത്താനുള്ള മെത്തേഡുകൾ ഒന്ന് പഠിച്ചു വെച്ചോ. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അംശം തുല്യമാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് പഠിച്ചു. പക്ഷെ അംശമൊന്നും തുല്യമല്ലാത്ത കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ അതിൽ വലുതും ചെറുതും കണ്ടെത്താനുള്ള മെത്തേഡ് തുടങ്ങാണേ. ആദ്യം വലുതാണോ ചെറുതാണോ കണ്ടെത്തേണ്ടത് നോക്കുക. വലുതാ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുക, ആദ്യത്തെ 2 ഭിന്നസംഖ്യ എടുക്കുക. ആരാ? 2/5ഉം 3/4. ഇതിൽ വലുതാരാ നോക്കുക. എങ്ങനെ 2 ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും നോക്കുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാ. അറിയാത്തോല് പഠിച്ചോ. ആദ്യം വലത്തോട്ട് ഗുണിക്കുക. 2 × 4 8. അത് ഒന്നാമത്തേന്റെ താഴെ എഴുതി വെക്കുക. അടുത്ത ഇടത്തോട്ട് ഗുണിക്കുക. 3 × 5 15. അത് രണ്ടാമത്തേന്റെ താഴെ എഴുതി വെക്കുക. അതിലാരാ വലുത്? 15. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ വലുത് 3/4. അപ്പൊ നമ്മളോട് കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുത് കണ്ടെത്താൻ പറഞ്ഞ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 2 എടുത്തിട്ട് വലുത് ആരാ നോക്കുക. അതിനുള്ള മെത്തേഡ് എന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അതിൽ വലുത് കിട്ടി 3/4. ഇനി ചെയ്യേണ്ടത് ആ വലുതും അടുത്ത സംഖ്യയും എടുക്കുക. 8/9. അതിൽ വലുത് ആരാന്ന് സെയിം പരിപാടി പിടിച്ചു നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 9 27 ഇവിടെ എഴുതി വെക്കുക. 4 8 32 ഇവിടെ എഴുതി വെക്കുക. വലുത് 32 നേരെയുള്ള 8/9 ആണ് വലുത്. ഇനി ഈ വലുതും അടുത്ത സംഖ്യ എടുക്കുക.
8/9 അടുത്ത സംഖ്യ 5/7. വലുത് ഏതാ ചെറുത് ഏതാന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മുഖേന നോക്കാം. 7 8 56 ഇവിടെ എഴുതി വെച്ചു. 9 5 45 ഇവിടെ എഴുതി വെച്ചു. വലുത് 56 നേരെയുള്ള 8/9. അപ്പൊ കഴിഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും വലുത് നമ്മൾ പ്രഖ്യാപിച്ചു 8/9. ഇതാണ് ഐഡിയ. അപ്പൊ കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ വലുത് ആരാന്ന് കണ്ടെത്താൻ ആദ്യത്തെ 2 എടുത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വലുത് ആരാന്ന് കണ്ടെത്തുക. ആ വലുതും അടുത്ത സംഖ്യയും എടുത്ത് വലുത് ആരാന്ന് കണ്ടെത്തുക. അതിലുള്ള വലുതും അടുത്ത സംഖ്യയും എടുത്ത് വലുത് ആരാന്ന് കണ്ടെത്തുക. ഏറ്റവും അവസാനം വലുത് കിട്ടുന്നതായിരിക്കും കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഉത്തരം 8/9. ഒന്നും കൂടെ ചെയ്യാം. അതൊന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പും കൂടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യും. ഇത് ശരിക്കും ചെയ്യണമെന്നില്ല, എന്നാലും ഞാൻ പറയാം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതാരാ? അപ്പൊ എന്താ ചെയ്യുക? ആദ്യത്തെ 2 എടുത്ത് വലുത് നോക്കുക. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ചെയ്യുന്നു. ആദ്യത്തെ 2 2/5 7/10. ഇതിലാരാ വലുത് നോക്കാം. എങ്ങനെയാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. വലത്തോട്ട് ഗുണിച്ചു 2 × 10 20. ഇടത്തോട്ട് ഗുണിച്ചു 7 × 5 35. വലുത് 35 നേരെയുള്ള 7/10. ഇനി ആ 7/10 അടുത്ത സംഖ്യയും നോക്കുക. 3/4. അതിലാരാ വലുത് നോക്കണം. നോക്കാം. 7 4 28 ഇവിടെ എഴുതി. 10 3 30 ഇവിടെ എഴുതി. 30 നേരെയുള്ള 3/4 വലുത് കിട്ടുക. ഇനി ആ വലുതും അടുത്ത സംഖ്യ ആയിട്ടുള്ള 2/1 നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. വലത്തോട്ട് 3 1 3, ഇടത്തോട്ട് 4 2 8. വലുത് 8 നേരെയുള്ള 2/1. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വലുത് വരിക 2/1. ഇതാണ് ഐഡിയ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. ആദ്യത്തെ 3 സാധാരണ ഭിന്നങ്ങളുടെ വില 1 ചെറുതാ. അവസാനം എഴുതിയത് വിഷമഭിന്നത്തിന്റെ വില 1 വലുതാ. അപ്പൊ 1 വലുതുള്ള ഒറ്റ ആളേ ഉള്ളൂ, അയാൾ തന്നെ ആയിരിക്കും വലുത്. അങ്ങനെയും പറയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് കുറെ ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും കണ്ടെത്തുന്ന പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിലും കൂടെ ചോദ്യം വരും. കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനെ ആരോഹണക്രമത്തിൽ എഴുതാൻ പറയും. നോക്ക്, ഭിന്നസംഖ്യകളായ 1/3 5/7 2/9 ഇവരെ ആരോഹണക്രമത്തിൽ എഴുതിയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ക്രമത്തിലാ വരിക? എന്താ ഈ ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ? ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതുന്നതിനെയാണ് ആരോഹണക്രമത്തിൽ എഴുതുക എന്ന് പറയാം. അപ്പൊ ഇവിടെ കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ടല്ലോ, അതിനെ ആരോഹണക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. ആരോഹണക്രമത്തിൽ എഴുതാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാ. ആരോഹണക്രമത്തിൽ എഴുതാനാണെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി. പഠിച്ചോ? 1/3 5/7 2/9 ആരോഹണക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതുക. അത് എഴുതാനുള്ള ട്രിക്ക് പഠിച്ചോ? എല്ലാത്തിൻ്റെയും അംശത്തിൽ ഒരു 0 ഇട്. അപ്പോൾ അവിടെ 10/3 ആകും. ഇവിടെ 50/7 ആകും. ഇവിടെ 20/9 ആകും. എന്നിട്ട് അവര് ഹരിക്കുക. ശിഷ്ടം വേണ്ട, ശിഷ്ടമില്ലാതെ ഹരിച്ചാൽ മതി. 10 എത്ര 3? 10 3 3 3 9. ശിഷ്ടം 1 ഉണ്ട്, അത് വേണ്ട, ശിഷ്ടമില്ലാതെ ഹരിക്കുക. 10 എത്ര 3? 3 3. അടുത്ത 50 എത്ര 7? 50 7 7 7 49. ശിഷ്ടമുണ്ട്, അത് വേണ്ട. അടുത്തത് 20 എത്ര 9? 20 2 9 2 9 18. ശിഷ്ടമുണ്ട്, വേണ്ട. ഇനി ആ ഓർഡറിൽ എഴുതിയാൽ മതി. ഏറ്റവും ചെറുത് 2 നേരെയുള്ള 2/9. അതിനേക്കാൾ വലുത് 3 നേരെയുള്ള 1/3. അതിനേക്കാൾ വലുത് 7 നേരെയുള്ള 5/7. അപ്പൊ ആരോഹണക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ഉത്തരം 2/9 1/3 5/7. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. കുറെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനെ ആരോഹണക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ അത് ചെയ്യാനുള്ള എളുപ്പവഴി പറയാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാകും. എളുപ്പവഴി
എല്ലാത്തിൻ്റെയും അംശത്തിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. 10/3, 50/7, 20/9. എന്നിട്ട് എല്ലാത്തിനെയും ഹരിക്കുക. ശിഷ്ടമില്ലാതെ ഹരിക്കണം. 10 എത്ര 3? 3 3. 50 എത്ര 7? 7 7. 20 എത്ര 9? 2 9. ശിഷ്ടണ്ട് വേണ്ട. എന്നിട്ട് ഈ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. ഏറ്റവും ചെറുത് 2 നേരെയുള്ള 2/9. അതിനേക്കാൾ വലുത് 3 നേരെയുള്ള 1/3. അതിനേക്കാൾ വലുത് 7 നേരെയുള്ള 5/7. അപ്പൊ ഉത്തരം എ. ഒന്നും കൂടെ അതേ മോഡൽ ചെയ്യാം. 1/3, 5/7, 2/9, 9/14, 7/12 ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. എഴുതാൻ പോവാണേ, ശ്രദ്ധിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കാം. 1/3 ഉണ്ട്, 5/7 ഉണ്ട്, 2/9 ഉണ്ട്, 9/14 ഉണ്ട്, 7/12 ഉണ്ട്. ആരോഹണ ക്രമത്തിൽ എഴുതാം. എല്ലാത്തിന്റെ അംശത്തിൽ ഒരു 0 ഇട്. 10/3, 50/7, 20/9, 90/14, 70/12 ഹരിക്കാം. 10 എത്ര 3 ആദ്യം നോക്കാം. 10 എത്ര 3? 10 3 3. ശിഷ്ടണ്ട്, അത് വേണ്ട. 50 എത്ര 7? 7 7 49. ശിഷ്ടണ്ട്, അത് വേണ്ട. 20 എത്ര 9? 2 9. 2 9 18. ശിഷ്ടണ്ട്, അത് വേണ്ട. 90 എത്ര 14? 6 അല്ലേ വരിക. 90 6 14 വരിക. ശിഷ്ടണ്ട്, അത് വേണ്ട. 70 എത്ര 12? 5 12 വരിക. ശിഷ്ടണ്ട്, അത് വേണ്ട. അപ്പൊ ഏറ്റവും ചെറുത് 2 നേരെയുള്ള 2/9. അത് കഴിഞ്ഞാൽ 3 നേരെയുള്ള 1/3. അത് കഴിഞ്ഞാൽ 5 നേരെയുള്ള 7/12. അത് കഴിഞ്ഞാൽ 6 നേരെയുള്ള 9/14. അത് കഴിഞ്ഞാൽ 7 നേരെയുള്ള 5/7. അപ്പൊ കൂട്ടത്തില് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞ ഓർഡർ ചെയ്താ 2/9, 1/3, 7/12, 9/14, 5/7. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? കുഴപ്പമില്ല. അടുത്തതിലേക്ക് പോവാം. ക്ലിയർ ആണ്, റെഡിയാണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് 1/2നും 1/3നും ഇടയിലുള്ള ഭിന്നസംഖ്യ. മിക്ക കേസിലും ഇത് ചെയ്യാനുള്ള എളുപ്പവഴി ആലോചിച്ചു വെച്ചോ. 1/2നും 1/3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ചോദിച്ചാൽ അംശവും കൂട്ടുക, ഛേദവും കൂട്ടുക. അംശവും കൂട്ടിയ എത്രയാ? 1 + 1 2. ഛേദവും കൂട്ടിയ 2 + 3 5. ഈ 2/5 ഉറപ്പായിട്ടും അതിനിടയിലുള്ള ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. 1/2നും 1/3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ആരാന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അംശവും കൂട്ടുക. 1 കൂട്ടിയ 2. ഛേദവും കൂട്ടുക. 2 3 കൂട്ടിയ 5. ഈ സംഖ്യ ഉറപ്പായിട്ടും അതിനിടയിലുള്ളവരായിരിക്കും. അപ്പൊ 2/5 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൂട്ട് 1.44ന്റെ വില എങ്ങനെ കാണുക? എടാ, ഈ പോയിന്റ് ഉള്ളതിന്റെ റൂട്ട് കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാ, പഠിച്ചു വെച്ചോ. റൂട്ട് 1.44 ഇയാളുടെ റൂട്ട് കാണണം, സിമ്പിളാ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പോയിന്റ് ഒഴിവാക്കി ആ സംഖ്യയുടെ റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കിയ റൂട്ട് 144 അല്ലേ? റൂട്ട് 144 എത്രയാ? 12. അപ്പൊ ആദ്യം നിങ്ങൾ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള റൂട്ട് അവിടെ എഴുതി വെക്കുക, 12. ഇനി പോയിന്റ് ഇടണം. ഇവിടെ 2 സ്ഥാനം പോയിന്റ് അല്ലേ? അപ്പൊ അതിന്റെ പകുതി എടുക്കുക. 1 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 1 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട 1.2. ഓപ്ഷൻ ബി. ഒന്നുകൂടെ കാണിക്കാം. സിമ്പിളാണ്. റൂട്ട് വരുന്നത് പോയിന്റ് ഇടാൻ സിമ്പിളാ. 1.44ന്റെ റൂട്ട് എത്രയാ? ആദ്യം നിങ്ങൾ പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കിയ റൂട്ട് 144. റൂട്ട് 144 12. അതാദ്യം ചെയ്യുക. പോയിന്റ് ഒഴിവാക്കി റൂട്ട് കണ്ടു. ഇനി ഇവിടെ എത്ര സ്ഥാനം പോയിന്റാ? 2 സ്ഥാനം പോയിന്റ്. അതിന്റെ പകുതി എടുക്കുക, 1 സ്ഥാനം പോയിന്റ്. അപ്പൊ ഉത്തരത്തില് 1 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. ആൻസർ ഈസ് 1.2. ഓപ്ഷൻ ബി. അപ്പൊ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും സംശയം ഉണ്ടാവും, സാറേ 3 സ്ഥാനം പോയിന്റ് ആണ് റൂട്ടിന്റെ ഉള്ളിൽ വരുന്നെങ്കിൽ എന്താ ചെയ്യുക? 3ന്റെ പകുതി 1.5 അല്ലേ? അപ്പൊ എങ്ങനെ 1.5 സ്ഥാനം പോയിന്റ് ഇല്ല? അങ്ങനെ ഇടാൻ പറ്റൂല.
അങ്ങനെയുള്ളതിന് കറക്റ്റ് റൂട്ട് വരില്ല. കറക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റിൻ്റെ സ്ഥാനം ഈവൺ നമ്പേഴ്സ് ആയിട്ടൊക്കെയാണ് വരിക. അപ്പം അങ്ങനെ പേടിക്കേണ്ട, നമുക്ക് തരുന്നതൊക്കെ ഈവൺ നമ്പേഴ്സ് തന്നെ ആയിരിക്കും, ഓഡ് നമ്പേഴ്സ് വരൂല, അപ്പോൾ പകുതി എടുക്കാൻ പറ്റൂല. അപ്പം ചെയ്യേണ്ടത് പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. 144ന്റെ റൂട്ട് 12. റൂട്ടിൻ്റെ ഉള്ളിൽ 2 സ്ഥാനം പോയിന്റ് ആണെങ്കിൽ പുറത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ പകുതി സ്ഥാനം പോയിന്റ് ഇടുക, 1 സ്ഥാനം പോയിന്റ് ഇട്ടാൽ മതി, 1.2. ഒന്നുകൂടെ, റൂട്ട് 1225 35 ആണെങ്കിൽ റൂട്ട് 0.1225 വില എന്താ? എങ്ങനെയാ കാണുക? ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കിയ റൂട്ട് 1225 കിട്ടുക. അതിന്റെ റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 35 ആണ്. ഇനി റൂട്ടിന്റെ ഉള്ളിൽ എത്ര പോയിന്റാ? 4 പോയിന്റാ. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട ഇവിടെയാ പോയിന്റ് വരിക. അതിനെ 0.35 എന്നാ വിളിക്കുക. ഓപ്ഷൻ എ 0.35 ആണ് ഉത്തരം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഒന്നുകൂടെ, 684ന്റെ സ്ക്വയർ 4,67,884 ആണെങ്കിൽ റൂട്ട് 46.7854 അതിന്റെ റൂട്ട് കാണണം. എങ്ങനെയാ? ആദ്യം നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കിയിട്ട് റൂട്ട് കണ്ടാൽ 4,67,854ന്റെ റൂട്ടാ. അത് 684 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്ക്വയറാണ്? അപ്പൊ പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുമ്പോൾ 4,67,854ന്റെ റൂട്ടാ. അത് 684 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പോയിന്റ് ഒഴിവാക്കി റൂട്ട് കണ്ടു. എത്രയാ? പോയിന്റ് ഒഴിവാക്കി റൂട്ട് കണ്ട 684 എന്നാ കിട്ടുക. ഇനി പോയിന്റ് ഇടാം. ഉള്ളിൽ 4 സ്ഥാനം പോയിന്റാ. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. ഉത്തരം 6.84. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ പോയിന്റ് വരുന്ന സാധനങ്ങൾ ചെയ്യാൻ ഇതുപോലെ നല്ല എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന സാധന. ഒന്നും കൂടെ നോക്കാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. റൂട്ട് 5625 75 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാ കിട്ടുന്ന വില എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് അത് രണ്ടിന്റെയും വില കാണാം. റൂട്ട് 0.5625 അതിന്റെ വില എങ്ങനെ കാണുക? ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കി റൂട്ട് കണ്ട റൂട്ട് 5625 കിട്ടുക. 5625ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 75 കിട്ടുക. ഇനി ഇതിന്റെ ഉള്ളിൽ 4 സ്ഥാനം പോയിന്റാ. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. ഉത്തരം 0.75. അടുത്ത് റൂട്ട് 56.25ന്റെ വില എങ്ങനെയാ കാണുക? ആദ്യം പോയിന്റ് ഒഴിവാക്കി റൂട്ട് കാണുക. പോയിന്റ് ഒഴിവാക്കിയ 5625ന്റെ റൂട്ട് അത് 75 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ 2 സ്ഥാനം പോയിന്റാ. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, 1 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണം. കൂട്ടി നോക്കുകയാണെ 5 7 5 12 1 ശിഷ്ടം പോയിന്റ് ഇട്ടു. 7 1 8 ഉത്തരം 8.25. ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ക്ലിയർ? ഓക്കെ ആണ്, റെഡിയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പരിപാടി. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. എളുപ്പമാണ് ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പം ഞാൻ നിർത്തുന്നു. ഇതേപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന, വലിയ കോൺസെപ്റ്റിനൊന്നും ആവശ്യമില്ലാത്ത, മാർക്ക് നേടാൻ പറ്റാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളുടെ സീരീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പം നിർത്തുന്നു. താങ്ക് യു.